കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM പ്രവർത്തകർ അറസ്റ്റിൽ. കൗൺസിലറുടെ മക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPM ഏരിയ സെക്രട്ടറി PB രതീഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ പിടികൂടാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് വ്യാപകമായ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ കൂത്താട്ടുകുളം നഗരസഭയിൽ നിന്നുമാണ് കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ കൂത്താട്ടുകുളം സ്വദേശി അരുൺ വി മോഹൻ, ഇലഞ്ഞി സ്വദേശി ടോണി ബേബി, കൂത്താട്ടുകുളം സ്വദേശികളായ റിൻസ് വർഗീസ്, സജിത് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൗൺസിലറുടെ മക്കൾ നൽകിയ പരാതി പ്രകാരമെടുത്ത കേസിൽ CPM ഏരിയ സെക്രട്ടറി PB രതീഷാണ് ഒന്നാം പ്രതി. ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൗൺസിലർ സുമ വിശ്വംഭരൻ, CPM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് എന്നിവർ ഉൾപ്പെടെ 45 പേർ പ്രതികളാണ്. വീഡിയോ ദൃശ്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്തിയത്. സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ അധിക ചുമതലയുണ്ടായിരുന്ന മൂവാറ്റുപുഴ ഡിവൈഎസ്പി PM ബൈജുവിനെ അധിക ചുമതലയിൽ നിന്നും ഒഴിവാക്കി. പകരം ആലുവ ഡിവൈഎസ്പി രാകേഷിനാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട. നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.